എൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും. ദൈവം അവരോട് സംസാരിക്കും. ദൈവം എല്ലാവരോടും സംസാരിക്കത്തില്ല. ദൈവത്തിനായി നിൽക്കുന്ന, ദൈവികമായി നിൽക്കുന്ന ഒരാളോടാണ് ദൈവം സംസാരിക്കുക, വെളിപ്പെടുത്തുക. വെളിപ്പെടുത്തി അടുത്ത വാക്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. ദേവാലയത്തിലേക്ക് ചുമ്മാ വന്നു എന്നല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ. ഒരുപക്ഷെ ഇന്ന് ഈ വചനം കേൾക്കുന്നത് പോലും ദൈവികമായൊരു പ്രേരണയാലായിരിക്കും. ഇത് ദൈവികമായൊരു കാര്യമാണ്. അപ്പോൾ ദൈവികമായ കാര്യങ്ങൾ ദൈവികമായ പ്രേരണയിലേ നടക്കത്തുള്ളൂ. ആര് കയറുകെട്ടി വലിച്ച് നിർബന്ധിച്ച് വഴക്കുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാലും ഒരു ദിവസം കേൾക്കും, പിന്നെ കേൾക്കുകയല്ല, അല്ലെ മനസ്സിലാക്കിയല്ല. പക്ഷേ ദൈവികമായൊരു പ്രേരണയിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് വചനങ്ങളെ കേൾക്കുന്നത്, സ്വീകരിക്കുന്നത്. ഇങ്ങനെ കേൾക്കുന്ന, വചനത്തിൽ നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരാൾ സാക്ഷ്യപ്പെടുത്തുന്നൊരു വാക്കുണ്ട്. 31 വാക്യം, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ആരുടെ കണ്ണുകളാണ് അത് കണ്ടത്? ദൈവത്തിൽ നിൽക്കുന്ന ദൈവഭക്തൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം മനസ്സിലാക്കുന്ന ആൾ, പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളെ വായിച്ചെടുക്കാൻ കഴിവുള്ളയാൾ പറയുകയാണ്, സാക്ഷ്യം പറയുകയാണ്, സകല ജനത്തിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സത്യസന്ധമായി ദൈവത്തിലാണ് നിന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നന്മ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ വചനം ഞാൻ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുക, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നില്ലേ? ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഒത്തൊരുമയുള്ളൊരു കുടുംബം വേണമെന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? അനുഗ്രഹമുള്ളൊരു തലമുറയെ പ്രതീക്ഷിക്കുന്നില്ലേ? ദൈവികമായൊരു അനുഗ്രഹം എനിക്ക് വേണം, ശുശ്രൂഷയിൽ വളരണം എന്നാഗ്രഹിക്കുന്നവരില്ലേ? എനിക്കൊരു സൗഖ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരില്ലേ? ഒത്തിരി പേര് പല കാര്യങ്ങളെയും ഒത്തിരി ആഗ്രഹത്തോടെയല്ലേ പ്രാർത്ഥിക്കുന്നത്? വചനം പറയുന്നു, നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയും. നിങ്ങൾ മനസ്സുകൊണ്ട് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണും. ദൈവം ഒരുക്കിയിരിക്കുന്നത് എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ആരുടെ കണ്ണുകൾ? ദൈവഭക്തനായി ജീവിച്ച. ചിലർ ചോദിക്കില്ലേ, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ വചനം കേൾക്കുന്നത്? ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ, ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹം, ദൈവം ഒരുക്കിയിരിക്കുന്ന സൗഖ്യം, ദൈവം ഒരുക്കിയിരിക്കുന്ന ജോലി, ദൈവം ഒരുക്കിയിരിക്കുന്ന ഭവനം, ഇങ്ങനെ ഓരോന്നും ദൈവം ഒരുക്കിയിരിക്കുന്ന വിടുതൽ, ഇതൊക്കെ എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാനും അനുഭവിക്കാനും കഴിയണമെങ്കിൽ ദൈവാനുഗ്രഹം വേണം. ദൈവവചനം കേൾക്കണം, ദൈവവചനത്തിൽ നിൽക്കണം. ദൈവം സഹായിക്കും, നല്ലത് വരും, നല്ലതായി ദൈവം ഒരുക്കും. ഇതുപോലൊരു വാക്ക് നിങ്ങളും പറയും, ഞാൻ ഒരുപാട് നാൾ പ്രതീക്ഷിച്ചിരുന്ന ആ കാര്യം